ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ആളുകൾ ഇപ്പോൾ പിന്നെ അവണിശ്ശേരി പഞ്ചായത്തിലെ ബി ജെ പി നേതാവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന വോട്ടുകളൊക്കെ എവിടെ പോയി? പാർലമെന്റ് ഇലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ സ്ഥിരതാമസക്കാരെന്ന നിലയിൽ ഇവിടെ വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ബി ജെ പിയുടെ പല നേതാക്കന്മാരുടെ വീടുകളിലുണ്ടായിരുന്ന വോട്ടുകൾ, പിന്നെ അവണിശ്ശേരി പഞ്ചായത്തിലെ ബി ജെ പി നേതാവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന വോട്ട് ഇപ്പോൾ കാണാനില്ല. എവിടെ പോയി? അത് പഞ്ചായത്തേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഇവിടുത്തെ ബി ജെ പി കൗൺസിലർ വീട്ടിൽ വോട്ട് ചേർക്കപ്പെട്ട ആളുകൾ അവരവിടെ പോയി. അവരെല്ലാം തിരിച്ച് അവരുടെ മറ്റു വീടുകളിലേക്ക് പോയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മുഖമായി പ്രവർത്തിക്കേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നതാണോ അതല്ല ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണോ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഞങ്ങൾ ആരോപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണ് ഈ ഇരട്ട വോട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയാൻ പോവാണ്. ഈ ശോഭ സിറ്റി എന്ന് പറയുന്ന സ്ഥലം ആലത്തൂർ മണ്ഡലത്തിലെ പിന്നെ വടക്കാഞ്ചേരി അസംബ്ലി സെഗ്മെന്റിൽ പെടുന്നതാണ് ഈ വോട്ടുകൾ. അതിൽ 17 വോട്ടുകൾ ശോഭ സഫയർ എന്ന പേരിലും ശോഭ ടോപ്സ് എന്ന പേരിലും 2 ഫ്ലാറ്റുകൾ നിൽക്കുന്നത് ഈ പറയുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ്. ഇതേ പേരിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ അസംബ്ലി സെഗ്മെന്റിൽ ഇവിടുത്തെ ബൂത്തില് ആ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. 2 ID കാർഡിൽ, 2 എപ്പിക് നമ്പർ കാർഡുകളിൽ ശോഭ സിറ്റി എന്ന് പറയുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വോട്ടറായിരിക്കുന്ന ആള് അവിടുത്തെ അതേ അഡ്രസ്സ് ഇവിടുത്തെ ബൂത്തിൽ ആ അഡ്രസ്സ് എങ്ങനെ വന്നു? കാരണം ഈ ബൂത്തിൽ അഡ്രസ്സ് വരുമ്പോൾ 17 വോട്ടുകൾ. ഇവിടുത്തെ വോട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള വോട്ടുകൾ ഞാനിപ്പോൾ അവരുടെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദമായ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ആളുകളൊക്കെ ശോഭ ടോപ്സിലും ശോഭ സിറ്റിയിലെ ശോഭ സഫയറിലും വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 169 നമ്പർ ബൂത്തിൽ ഉള്ള വോട്ടർമാരാണ്. ഈ 169 നമ്പർ ബൂത്തിലെ വോട്ടർമാരായിരിക്കുന്ന ഇവരെല്ലാം എങ്ങനെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരായിട്ട് മാറുന്നത്? കാരണം അവർ വീട് നിൽക്കുന്നത് അവിടെയാണ്. അതേ അഡ്രസ്സ് ഇവിടുത്തെ ബൂത്തിൽ എങ്ങനെ വന്നു? അപ്പോൾ BLOമാർ അവരുടെ ഒത്താശയോടുകൂടിയല്ലാതെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നോട്ടീസ് കൊടുത്തത്. നോട്ടീസ് കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞു ഇവിടുത്തെ താലൂക്ക് ഓഫീസറാണ് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസറായിട്ടുണ്ടായിരുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അത് മാറി സബ് കളക്ടറായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2022 ഇറങ്ങിയിരിക്കുന്ന ഒരു സർക്കുലറിൽ ഈ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഇത്തരത്തിൽ നെറ്റിലുള്ള വിവരങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ് എന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്.